ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസിലെ അവസാനത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് സെക്ഷൻ 54G എന്ന് പറയുന്ന സെക്ഷനാണ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഇൻ കേസ് ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ. ഒരു അർബൺ ഏരിയയിലുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നോൺ അർബൺ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫറിലൂടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിനിൽ കിട്ടുന്ന എക്സംഷനാണ് 54Gയിൽ പരാമർശിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, അസസി ട്രാൻസ്ഫേഴ്സ് എ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻ ദി നേച്ചർ ഓഫ് പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ് ഓർ ലാൻഡ് ബട്ട് നോട്ട് ഫർണിച്ചർ യൂസ്ഡ് ഫോർ ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സിറ്റുവേറ്റഡ് ഇൻ അർബൺ ഏരിയ. എന്താണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്? ഒരു അർബൺ ഏരിയയിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ലോങ് ടേമോ ഷോർട്ട് ടേമോ ആയിട്ടുള്ള പ്ലാന്റോ, മെഷീനറിയോ, ബിൽഡിങ്ങോ, ലാൻഡോ, ഫർണിച്ചർ അല്ലാത്ത മറ്റെല്ലാ ടാഞ്ചിബിൾ അസറ്റുകളും, പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ് ഓർ ലാൻഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 54Gയിലെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അർബൺ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് കൺസേൺ അത് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന പ്ലാന്റോ, മെഷീനറിയോ, ബിൽഡിങ്ങോ, ലാൻഡോ, ഫർണിച്ചർ ഒഴികെയുള്ള മറ്റേതെങ്കിലും ഷോർട്ട് ടേമോ ലോങ് ടേമോ ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പറയുന്നതാണ്, amount of capital gain should be utilized by the assessee within 1 year before or 3 years after the date of transfer for the following purposes. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ ട്രാൻസ്ഫറിലൂടെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ, ആ ക്യാപിറ്റൽ ഗെയിൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ലോങ് ടേമോ ഷോർട്ട് ടേമോ ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ള ഒരു വർഷത്തിനുള്ളിലോ ശേഷമുള്ള 3 വർഷങ്ങൾക്കുള്ളിലോ താഴെ പറയുന്ന 3 ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 ആവശ്യങ്ങളിൽ ഏതിനെങ്കിലും വേണ്ടി ഈ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിക്കുകയാണെങ്കിലാണ് സെക്ഷൻ 54Gയിലെ എക്സംഷൻ കിട്ടുക. എന്തൊക്കെയാണ് ആ പർപ്പസസ്? ഒന്ന്, പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ഓർ പ്ലാന്റ് ആൻഡ് ഓർ അക്വയറിംഗ് ലാൻഡ് ഓർ ബിൽഡിംഗ് or constructing building for industrial undertaking in the area to which it is shifted. അപ്പോൾ ഈ അർബൺ ഏരിയയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന നോൺ അർബൺ ഏരിയ അല്ലെങ്കിൽ റൂറൽ ഏരിയ, ആ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഏരിയയിൽ പുതിയ പ്ലാന്റോ മെഷീനറിയോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് അത് എക്സംഷന് വേണ്ടി പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ഒരു നോൺ അർബൺ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും അവിടെ പുതിയ മെഷീനറിയോ പ്ലാന്റോ പർച്ചേസ് ചെയ്യുകയോ ലാൻഡോ ബിൽഡിങ്ങോ അക്വയർ ചെയ്യുകയോ ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുകയോ ആണെങ്കിൽ അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് എക്സംഷന് കിട്ടുന്ന ഒന്നാമത്തെ എമൗണ്ട്. രണ്ടാമത്തെ എന്താണ്? ഷിഫ്റ്റിംഗ് ദി ഒറിജിനൽ അസറ്റ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സച്ച് അണ്ടർടേക്കിംഗ് ടു സച്ച് ഏരിയ. ഇനി ഈ ബിസിനസിന്റെ ഒറിജിനൽ അസറ്റ് അത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ ബിസിനസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ആ ബിസിനസ് സ്ഥാപനം നോൺ അർബൺ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ വരുന്ന എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എമൗണ്ടും സെക്ഷൻ 54Gയിൽ എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയും. 3, incurred expenses on such other purposes as may be specified in a scheme framed by the central government for the purpose of this section.
മറ്റെന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യപ്പെടുന്ന സ്പെസിഫൈ ചെയ്യുന്ന ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസിനും 54G പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാവണം നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്ന ലോങ് ടേമോ ഷോർട്ട് ടേമോ ആയിട്ടുള്ള പ്ലാന്റോ മെഷീനറിയോ ബിൽഡിങ്ങോ ലാൻഡോ വിൽക്കുന്ന സമയത്തുണ്ടാവുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എന്തിനൊക്കെയാണ്? പുതിയ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ മെഷീനറിയോ പ്ലാന്റോ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യാനോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ വേണ്ടി വരുന്ന തുക. രണ്ടാമത് ഒറിജിനൽ അസറ്റ്സ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ബിസിനസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ബിസിനസ് സ്ഥാപനം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ വേണ്ടി വരുന്ന എക്സ്പെൻസസ്. മൂന്നാമത് സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന ഈ സെക്ഷൻ പ്രകാരം മറ്റെന്തെങ്കിലും പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുണ്ടെങ്കിൽ അത്. ഇനി ഇതിനകത്ത് പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കാം. സി, ദ ന്യൂലി അക്വയർഡ് മെഷീനറി ഓർ പ്ലാന്റ് or land or building must be held by assessee for 3 years from the date of their acquisition. അപ്പോൾ ഈ രീതിയിൽ പുതിയ പ്ലാന്റോ ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 54G പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ അസറ്റുകൾ 3 വർഷമെങ്കിലും മിനിമം ഈ ഇൻഡസ്ട്രിയൽ കൺസേണിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ ഈ അസറ്റ്സ് മറ്റൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതാണ് 54Gയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 കണ്ടീഷനുകൾ. ഇനി നമ്മൾ എക്സംഷൻ ലിമിറ്റിലേക്ക് വന്നാൽ എത്ര എമൗണ്ട് ആണ് ഈ സെക്ഷൻ പ്രകാരം എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഫോർ ദി അബോവ് പർപ്പസസ് ഓഫ് 1 to 3 and the amount deposited under the capital gain account scheme 1988 on or before due date of filing return. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ച 1 മുതൽ 3 വരെയുള്ള പർപ്പസുകൾ അല്ലേ, നേരത്തെ പറഞ്ഞ ബി എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് നമ്മൾ കണ്ട 1, 2, 3 പോയിന്റുകളുണ്ട്, 3 പർപ്പസുകളുണ്ട്. ആ പർപ്പസിന് വേണ്ടി എത്ര എമൗണ്ട് ചെലവാക്കുന്നുണ്ടോ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ എത്ര എമൗണ്ട് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ആ എമൗണ്ട്, അതല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത്. ഈ 2 എമൗണ്ടിനും സെക്ഷൻ 54G പ്രകാരം എക്സംഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് പറയുന്നത് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഓൺ എക്സ്പയറി ഈസ് ടാക്സബിൾ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പരമാവധി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി 3 വർഷത്തിനുള്ളിലാണ് അല്ലെ, 3 വർഷത്തിനുള്ളിലാണ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിക്കേണ്ടത് അല്ലേ. ആ 3 വർഷമായിട്ടും ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിച്ച എമൗണ്ട് പൂർണ്ണമായിട്ടും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ, അങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ കിടക്കുന്ന എമൗണ്ടിനെ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് ആ എക്സ്പയറി ആകുന്ന 3ാമത്തെ വർഷം അതിന് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കപ്പെടും. മറ്റൊരു പോയിന്റ് പറയുന്നതാണ്, ഇഫ് ന്യൂ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തിൻ 3 years, കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഷാൾ ബി ടേക്കൺ ആസ് നിൽ ടു ദി എക്സ്റ്റെന്റ് ഓഫ് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. അല്ലെ, നമ്മൾ നേരത്തെ സി എന്ന് പറയുന്ന 3ാമത്തെ കണ്ടീഷനകത്ത് കണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പുതുതായിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന മെഷീനറിയോ പ്ലാന്റോ ലാൻഡോ ബിൽഡിങ്ങോ 3 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. ഇനി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലോ 3 വർഷത്തിനുള്ളിൽ ഇങ്ങനെ അക്വയർ ചെയ്ത അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പുതിയ അസറ്റിന്റെ കോസ്റ്റ്, ഇപ്പോൾ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യും അല്ലേ. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കണം. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ അതിനെ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് വരെ നിൽ ആയിട്ട് കണക്കാക്കണം. അതിന്റെ കോസ്റ്റ് 0 ആയിട്ട് കണക്കാക്കണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പൂർണ്ണമായിട്ടും എന്താണ് ഈ അസസിയുടെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കേണ്ടി വരും. എന്നാൽ ഇഫ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ, അതേ സമയത്ത് പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് 54Gയിൽ കിട്ടിയ എക്സംഷൻ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഗെയിൻ
at the transfer of new asset within 3 years shall be the cost as reduced by the amount of capital gain already exempted. അപ്പോൾ പുതിയ അസറ്റിന്റെ കോസ്റ്റ് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എടുക്കുക. എത്ര എമൗണ്ട് ആണോ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് കൂടുതലുള്ളതെങ്കിൽ ആ കൂടുതൽ വരുന്ന എമൗണ്ടിനെ മാത്രം കോസ്റ്റ് ഓഫ് അക്വിസിഷനായി കണക്കാക്കി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 54G എന്ന സെക്ഷനകത്ത് പറയുന്നത്. നമുക്ക് ചെറിയൊരു എക്സാമ്പിളോട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ പറഞ്ഞ 54Gയിലെ അവസാന പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അർബൺ ഏരിയയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാൻഡോ പ്ലാന്റോ മെഷീനറിയോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഒരു 15 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. 15 lakh rupees ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 പർപ്പസുകൾ പറഞ്ഞു നമ്മൾ. അതിൽ പർപ്പസിന് വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ? ലെസ് എക്സംഷൻ എന്ത് ചെയ്യാം? എക്സംഷൻ അണ്ടർ സെക്ഷൻ 54G എന്ന സെക്ഷൻ പ്രകാരം അതുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയാണ് പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ചെലവാക്കിയത്. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഈ അസസിക്ക് 54G പ്രകാരം 10 ലക്ഷം രൂപ എക്സംഷനായിട്ട് കുറക്കാൻ പറ്റും അല്ലേ? അങ്ങനെ വരുമ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 5 lakh rupees. 5 lakh rupees ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് വരിക. ക്ലിയർ? ഇനി ഇവിടെ പറയുന്നത് ഈ 54G എന്ന സെക്ഷൻ പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപക്ക് വാങ്ങിച്ച പുതിയ ബിൽഡിംഗ് ഉണ്ട് അല്ലേ? ഈ ബിൽഡിംഗ് 3 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഈ ബിൽഡിംഗ് എന്ത് ചെയ്യാണ്? 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബിൽഡിംഗ് വേറെ പാർട്ടിക്ക് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന അതിന്റെ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ് വന്നത്. ₹12 lakh ആണ് അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കറന്റ് പ്രീവിയസ് ഇയറിൽ എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപക്ക് വാങ്ങിച്ചൊരു ബിൽഡിംഗ് ആണ് 12 ലക്ഷം രൂപക്ക് 3 കൊല്ലം കൊണ്ട് വിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ അസറ്റ് വിൽക്കുമ്പോൾ അതിന്റെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരിക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കണം അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നത് ഇത് 3 വർഷം ഉപയോഗിക്കാത്ത ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ എമൗണ്ട് കുറക്കുമ്പോൾ അത് 0 ആയിട്ട് കണക്കാക്കണം, നില്ലായിട്ട് കണക്കാക്കണം. ഇത് പറയുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ -0 അല്ലേ? ഡിഫറൻസ് വരുന്ന എമൗണ്ട് ആണെന്ത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന എമൗണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ₹12 lakh. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ അസറ്റ് 3 വർഷത്തിൽ വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും അദ്ദേഹത്തിന്റെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കേസ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് തന്നെ, അതിനകത്ത് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് ഈ ഇൻഡസ്ട്രിയൽ കൺസേൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്. പുതിയ അസറ്റ് വാങ്ങുമ്പോൾ അതിന്റെ കോസ്റ്റ് 16 ലക്ഷം രൂപ വരുന്നുണ്ട്. 16 lakh rupeesനാണ് പുതിയ അസറ്റ് വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ 54G പ്രകാരം 16 lakh rupees കുറക്കാം. പക്ഷേ 15 lakh rupees ഇവിടെ ആകെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ ടാക്സബിൾ ഗെയിൻ നില്ലാണ് കൊടുക്കുക. നെഗറ്റീവ് ഫിഗർ കൊടുക്കാൻ പാടില്ല. എക്സംഷൻ എമൗണ്ട് കുറക്കുമ്പോൾ ഒരിക്കലും മൈനസ് ഫിഗറിലേക്ക് ടാക്സബിൾ എമൗണ്ട് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 15 lakh ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. എന്നാൽ കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ് 16 lakh rupees ആണ്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നില്ലാണ് വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കോസ്റ്റ് 16 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിലും 15 ലക്ഷം രൂപയെ ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലേ? 15 lakh rupees എക്സംഷൻ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതേ അസറ്റ് ഫോർ എക്സാമ്പിൾ 16 ലക്ഷം രൂപക്ക് വാങ്ങിച്ചിട്ടുള്ള ഈ അസറ്റ് അത് വിൽക്കുന്നത് 18 ലക്ഷം രൂപക്കാണ്. 18 lakh rupeesന് 2 കൊല്ലം ആകുമ്പോഴേക്ക് തന്നെ, 3 കൊല്ലത്തിന് മുമ്പ് തന്നെ 18 ലക്ഷം രൂപക്ക് ഈ അസറ്റ് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ₹18 lakh വരും. കോസ്റ്റ് നമ്മൾ എത്ര എടുക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ കോസ്റ്റ് നമ്മൾ 0 ആണ് എടുത്തത്. പക്ഷെ ഇവിടെ എന്താണ്? കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് എക്സംഷൻ അല്ലേ? കാരണം 16 lakh rupees ആണ് കോസ്റ്റ്, എക്സംഷൻ ₹15 lakh ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ലക്ഷം രൂപ ഇവിടെ എന്ത് കൂടുതലുണ്ട്? കോസ്റ്റിന്റെ എമൗണ്ട് എക്സംഷനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കോസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ 1 ലക്ഷം രൂപ എടുക്കണം. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് മൈനസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54G അല്ലേ? 16 lakh minus 15 lakh.
₹1 lakh ഇവിടെ എന്ത് വരും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരും. അങ്ങനെയാകുമ്പോൾ ഈ അസറ്റ് 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ വിൽക്കുന്ന സമയത്ത് 18 ലക്ഷം രൂപയിൽ 1 ലക്ഷം കുറച്ച് ബാക്കി വരുന്ന 17 ലക്ഷം രൂപയായിരിക്കും ഇദ്ദേഹത്തിന്റെ ടാക്സബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെക്ഷൻ 54Gയിലെ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അസറ്റ് 3 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 54G എന്ന് പറയുന്ന സെക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 54GA ആണ്. ഓൾമോസ്റ്റ് സെക്ഷൻ 54Gയുമായി ബന്ധപ്പെട്ട് സാമ്യമുള്ള ഒരു സെക്ഷനാണ് 54GA. എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു എനി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. സെക്ഷൻ 54GA എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ 54Gയിൽ പറഞ്ഞത് ഒരു അർബൻ ഏരിയയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നോൺ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ അതിന് പകരമായിട്ട് അർബൻ ഏരിയയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് ഒരു സെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ ഗെയിന് കിട്ടുന്ന എക്സംഷനാണ് 54GAയിൽ പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാം 54Gയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ചില കണ്ടീഷൻസ് കാണാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസ്ഫർഡ് അസറ്റ് ഷുഡ് ബി എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻ ദി നേച്ചർ ഓഫ് പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ് ഓർ ലാൻഡ് ഓർ എനി റൈറ്റ് ഇൻ ബിൽഡിംഗ് ഓർ ലാൻഡ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ്, ലാൻഡ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും അസറ്റ്, ഫർണിച്ചർ അല്ലാത്ത മറ്റു ഷോർട്ട് ടൈമോ ലോങ് ടൈമോ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് എക്സംഷൻ കിട്ടുക. രണ്ടാമത്, സച്ച് അസറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലായിരുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന അസറ്റുകളായിരിക്കണം ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസറ്റുകൾ. മൂന്നാമത്, അസറ്റ് ഷുഡ് ഹാവ് ബീൻ ട്രാൻസ്ഫർഡ് ഇൻ കണക്ഷൻ വിത്ത് ഷിഫ്റ്റിംഗ് ഓഫ് അണ്ടർടേക്കിംഗ് ടു എനി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇൻ അർബൻ ഏരിയ ഓർ എനി അതർ ഏരിയ. അപ്പോൾ ഈ പറയപ്പെടുന്ന അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഈ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൻ ഏരിയയിൽ നിന്ന് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അർബണോ റൂറലോ ആവാം. ഈ സെസ് ഉള്ളത് അർബൻ ഏരിയയിലോ റൂറൽ ഏരിയയിലാണ്, പക്ഷെ സെസ്സിലേക്കാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ എക്സംഷൻ 54GA ക്ലെയിം ചെയ്യാൻ പറ്റുക. നേരത്തെ 54Gയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ചെയ്യുന്നത്, എന്തുമായി ബന്ധപ്പെട്ടാണ് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് വിത്തിൻ 1 year ബിഫോർ ഓർ 3 years ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഫോർ ദി ഫോളോയിങ് പർപ്പസസ്. താഴെ പറയുന്ന 3 ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ആയിട്ടുള്ള ഈ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ ശേഷമുള്ള 3 വർഷങ്ങൾക്കുള്ളിലോ എമൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് എക്സംഷൻ കിട്ടുന്നത്. ഒന്നെന്താണ്? പർച്ചേസ് മെഷീനറി ഓർ പ്ലാന്റ്, അക്വയർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഫോർ ബിസിനസ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. സെസ്സിൽ ഈ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്ലാന്റോ മെഷീനറിയോ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുകയോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയോ ആണെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് 54GA പ്രകാരം എക്സംഷന് വേണ്ടി പരിഗണിക്കാൻ പറ്റും. രണ്ടാമത്, ഇൻകേഴ്സ് എക്സ്പെൻസസ് ഓൺ ഷിഫ്റ്റിംഗ് ഒറിജിനൽ അസറ്റ് ആൻഡ് ട്രാൻസ്ഫറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അണ്ടർടേക്കിംഗ് ടു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ഒറിജിനൽ അസറ്റ്സ് ഈ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ബിസിനസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സെസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയോ വരുന്ന എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത്. മൂന്നാമത്, ഇൻകേഴ്സ് എക്സ്പെൻസസ് ഓൺ സച്ച് അതർ പർപ്പസസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ എ സ്കീം ഫ്രെയിംഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന സ്പെസിഫൈ ചെയ്യപ്പെടുന്ന ഈ സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയും എന്ന് പരാമർശിക്കപ്പെടുന്ന ഏതെങ്കിലും പർപ്പസിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അത്. അപ്പോൾ ഈ 3-ൽ ഏതെങ്കിലുമോ എല്ലാറ്റിനുമോ വേണ്ടി വരുന്ന എക്സ്പെൻസസ് ആണ് 54GA പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് എന്ന് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടത്. നേരത്തെ 54Gയിൽ പറഞ്ഞ അതേപോലെ ദ ന്യൂലി അക്വയർഡ് മെഷീനറി ഓർ പ്ലാന്റ് ഓർ ലാൻഡ് ഓർ ബിൽഡിംഗ് മസ്റ്റ് ബി ഹെൽഡ് ബൈ അസസി ഫോർ 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് ദെയർ അക്വിസിഷൻ. ഇങ്ങനെ അക്വയർ ചെയ്യപ്പെടുന്ന മെഷീനറി ആവട്ടെ, പ്ലാന്റ് ആവട്ടെ, ലാൻഡ് ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, പുതിയതായിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഇത്തരം ഏതെങ്കിലും അസറ്റുകൾ അസസി
3 വർഷമെങ്കിലും മിനിമം ആ ഡേറ്റ് ഓഫ് അക്വിസിഷൻ കഴിഞ്ഞ ശേഷം ഉപയോഗിക്കണം. 3 വർഷത്തിനുള്ളിൽ ഈ അസറ്റ്സ് മറ്റൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ 54GA പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എത്ര എമൗണ്ട് ആണ് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? എക്സംഷൻ ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എക്സംഷൻ ലിമിറ്റ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന 2 പോയിന്റുകളുണ്ട്. അതിൽ ഏതാണോ കുറവുള്ളതെങ്കിൽ ആ കുറവുള്ള എമൗണ്ട് വരെയാണ് എക്സംഷൻ കിട്ടുക. ഒന്നെന്താണ്? എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഏൺഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ കൺസേണിന്റെ ഭാഗമായിട്ട് അർബൻ ഏരിയയിൽ ഉപയോഗിച്ചിരുന്ന ലാൻഡോ ബിൽഡിങ്ങോ പ്ലാന്റോ മെഷീനറിയോ അല്ലേ, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് എന്താണോ അത് ഒന്നാമത്തെ എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഫോർ ദി എബോവ് പർപ്പസസ് ആൻഡ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 1988 ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. നേരത്തെ പറഞ്ഞ 3 പർപ്പസ് പറഞ്ഞു നമ്മൾ അല്ലേ. ആ 3 പർപ്പസിൽ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിലായിട്ട് ഈ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് ചെലവാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയൽ റിട്ടേണിനുള്ളിലായിട്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് ഈ 2 എമൗണ്ടുകളിൽ അല്ലേ, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഫോർ പർപ്പസ് ഓഫ് 1 to 3 ആൻഡ് ദി ഡെപ്പോസിറ്റഡ് എമൗണ്ട് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ഈ 2ൽ ഏതാണോ ലീസ്റ്റ് എങ്കിൽ, കുറവുള്ള എമൗണ്ട് ഏതാണെങ്കിൽ അത്ര എമൗണ്ട് വരെയാണ് 54GAയിൽ എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയുക. ഈ മറ്റു പല സെക്ഷനിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഓൺ എക്സ്പയറി ഈസ് ടാക്സബിൾ. ഇവിടെ പറയുന്നത് 3 വർഷത്തിനുള്ളിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലെ എമൗണ്ട് ഉപയോഗിക്കണം അല്ലേ. അങ്ങനെ 3 വർഷമായിട്ടും ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലെ എമൗണ്ട് പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ അൺയൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ടിനെ എക്സ്പയറി ആകുന്ന 3ാമത്തെ വർഷം, 3 വർഷം കഴിയുമ്പോൾ എക്സ്പയറി ആവും അല്ലേ, ആ എക്സ്പയറി ആകുന്ന വർഷം അതിനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. then അവസാന പോയിന്റ് പറയുന്നത് 54Gയിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. 3 വർഷത്തിനുള്ളിൽ ഈ പുതിയ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് നിൽ ആയിട്ട് 0 ആയിട്ട് കണക്കാക്കണം. അതേ സമയത്ത് പുതിയ അസറ്റിന്റെ കോസ്റ്റ് എക്സംപ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതലാണെങ്കിൽ പുതിയ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റിന്റെ എമൗണ്ട് എടുക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റിൽ നിന്ന് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ തൊട്ടുമുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 54GA എന്ന് പറയുന്ന സെക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു നോക്കാം. ഇതിനകത്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 7th എക്സാമ്പിൾ ആണ്. മിസ്റ്റർ അർജുൻ ഓൺസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി അർബൻ ഏരിയ ഓഫ് ആഗ്ര അല്ലേ. മിസ്റ്റർ അർജുൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ കൺസേൺ അർബൻ ഏരിയയിൽ, ആഗ്രയിലെ ഒരു അർബൻ ഏരിയയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹി ഷിഫ്റ്റഡ് ദിസ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ടു എ റൂറൽ ഏരിയ നിയർ ആഗ്ര. ആഗ്രയിൽ തന്നെയുള്ള, ആഗ്രക്കടുത്തുള്ള ഒരു റൂറൽ ഏരിയയിലേക്ക് ഇദ്ദേഹം ഈ അർബൻ ഏരിയയിലുള്ള ഈ ഇൻഡസ്ട്രിയൽ കൺസേണിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഫോർ ഷിഫ്റ്റിംഗ് പർപ്പസസ് ഈ ഹാഡ് ടു സെൽ ദി ഫോളോയിങ് അസറ്റ്സ് ഓഫ് ദി അണ്ടർടേക്കിംഗ്. ഈ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന അസറ്റ്സ് ഒക്കെ ഇദ്ദേഹത്തിന് വിൽക്കേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് അസറ്റുകൾ? പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ അല്ലേ. അതിൻ്റെ 3ന്റെയും അക്വയർ ചെയ്യുന്ന പീരീഡ് പറയുന്നുണ്ട്. ഏത് വർഷമാണ് നേരത്തെ ഇത് വാങ്ങിച്ചിരുന്നത് എന്നുള്ളതിനകത്ത് പറയുന്നുണ്ട്. നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ആ അസറ്റ്സ് ഒക്കെ വിൽക്കുന്ന സമയത്തുള്ള നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ആണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഈ 3 അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള കൺസിഡറേഷൻ എമൗണ്ട് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് സെയിൽസ്, ഈ 3 അസറ്റ്സും വിൽക്കുന്ന ഡേറ്റും പറയുന്നുണ്ട്. 15th സെപ്റ്റംബർ, 25th ഒക്ടോബർ, 22nd നവംബർ. കറണ്ട് പ്രീവിയസ് ഇയറിലാണ് ഈ 3 അസറ്റുകളും വിൽക്കുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അണ്ടർ സെക്ഷൻ 50 സബ്സെക്ഷൻ 2. ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അണ്ടർ സെക്ഷൻ 50 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് ശരിക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ എമൗണ്ട് ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എമൗണ്ടിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് 3 അസറ്റ്സിൻ്റെയും പറയുന്നുണ്ട്. 8,80,000, 10,40,000 ആൻഡ് ₹35,000.
ഇത് നിലവിലുള്ള അസറ്റുമായി ബന്ധപ്പെട്ട കാര്യം, വിൽക്കുന്ന അസറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി താഴെ പറഞ്ഞ 2 ഐറ്റം പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഈ ഇൻഡസ്ട്രിയൽ കൺസേൺ ഒരു റൂറൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ഇതേ അസറ്റ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുക. അതിന്റെ കോസ്റ്റും ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. കോസ്റ്റ് ഓഫ് അസറ്റ്സ് പർച്ചേസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, മൂന്നിന്റെയും കോസ്റ്റ് അതിനകത്തുണ്ട്. ഡേറ്റ് ഓഫ് പർച്ചേസ്, പുതിയ അസറ്റ് വാങ്ങുന്ന ഡേറ്റും പറയുന്നുണ്ട്. 31st December 2019, 15th January 2020, 28th February 2020 അല്ലെ. ഈ ഡേറ്റിനാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. താഴെ പറയുന്നുണ്ട്, ഇഫ് ദി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഈസ് ഷിഫ്റ്റഡ് ടു റൂറൽ ഏരിയ ഓൺ 15th March 2020, കാൽക്കുലേറ്റ് ദി ടാക്സബിൾ ഗെയിൻ ഫോർ അസസ്മെന്റ് ഇയർ 2021. 2020 March 15 ഈ ഇൻഡസ്ട്രിയൽ കൺസേൺ റൂറൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ വരിക എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ പുതിയ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, അത് പർച്ചേസ് ചെയ്യുന്നത് ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലുമാണ് എന്ന് പറയുമ്പോൾ 2020 March 15 ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള അല്ലേ ഒരു വർഷത്തിനുള്ളിലാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും 54G എന്ന സെക്ഷൻ പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാൻ ഇവിടെ കഴിയും. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ 3 ടൈപ്പ് അസറ്റ്സ് പറയുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ അല്ലേ. അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും മാത്രമാണ് 54G എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള എക്സംഷൻ കിട്ടുകയുള്ളൂ അല്ലേ. ഫർണിച്ചറിന് എക്സംഷൻ കിട്ടില്ല. പുതിയ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ എക്സംഷൻ കിട്ടില്ല എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവും അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2010, 2012, 2013 എല്ലാം ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. എല്ലാം ലോങ് ടൈം ആയ ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. അത് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ എമൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അണ്ടർ സെക്ഷൻ 50 subsection 2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ്, ഒരു ബിസിനസ് ആണ് അല്ലേ. ഒരു ബിസിനസിന്റെ കേസിലാകുമ്പോൾ അസറ്റ്സ് എന്തായിരിക്കും? ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആയിരിക്കും. ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആകുമ്പോൾ നമ്മൾ 2 മെത്തേഡ്സ് ഡിപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ഉണ്ട്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് കേസിൽ മാത്രമാണ്. എവിടെയാണ്? ഓൺലി ഇൻ ദി കേസ് ഓഫ് ദി അണ്ടർടേക്കിംഗ്സ് ഓഫ് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ ജനറേറ്റ് ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അസറ്റ്സിന് മാത്രമേ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പവർ ജനറേറ്റിംഗോ ഡിസ്ട്രിബ്യൂട്ടിങ്ങോ ആയിട്ടുള്ള കൺസേൺ ആണെന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഇത് ഒരു സാധാരണ ബിസിനസ് സ്ഥാപനമാണ്. അവരുപയോഗിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ WDV മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്ന അസറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അവിടെ നമ്മൾ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ബ്ലോക്കിന്റെയും അല്ലേ, ഓരോ ബ്ലോക്കിന്റെയും വാല്യൂ നോക്കിയിട്ട് ബാലൻസ് എമൗണ്ട് നെറ്റ് കൺസിഡറേഷനുമായി കമ്പയർ ചെയ്തുകൊണ്ട് അതിനകത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോസോ ഉണ്ടാകുന്ന നോക്കാറുള്ളത്. അപ്പോൾ അവിടെ അത്തരം കേസിൽ WDV മെത്തേഡ് ഫോളോ ചെയ്യുന്ന അസറ്റ്സിന്റെ കേസിൽ അസറ്റ് ലോങ് ടൈം ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഗെയിൻസ് എന്തായിരിക്കും? അത് എല്ലാ സമയത്തും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസോ ആയിരിക്കുമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 3 അസറ്റ്സും വിൽക്കുന്ന സമയത്ത് എന്ത് എമൗണ്ട് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ആയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസോ ആയിരിക്കും. അത് നമ്മൾ എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ഫിഗേഴ്സ് നോക്കേണ്ട ആവശ്യമുള്ളൂ. നെറ്റ് കൺസിഡറേഷൻ എമൗണ്ടും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന WDV എന്ന് പറയുന്ന എമൗണ്ടും. ഓക്കെ, നമ്മൾ ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി കേസ് നോക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഈസ് ₹20 lakh. ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ WDV ഈസ് ₹8,80,000. ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് ₹11,20,000. Then 11,20,000 is the short-term capital gain on the transfer of plant and machinery. In case of land and building, net sale consideration is ₹30 lakh. 30 lakh minus cost of acquisition or WDV, that is ₹10,40,000. 30 lakh minus 10,40,000, ₹19,60,000 is short-term capital gain. In case of furniture, ₹80,000 is net sales consideration. Then less WDV ₹35,000.
ദർ ഈസ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ₹45,000. നമുക്ക് 3 അസറ്റ്സിൻ്റെയും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി അല്ലേ. 3 അസറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അതിന് ലോങ് ടൈം ഗെയിനോ ലോസോ ഉണ്ടാവും. ഇവിടെ നമ്മൾ WD മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ അസറ്റ്സ് ഒക്കെ ലോങ് ടൈം ആയിട്ടും ഗെയിൻ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ 54G കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ടിനാണ് 54G ക്ലെയിം ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞ പോയിന്റ് ഓർക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഈ അസറ്റ്സിന് മാത്രമേ 54G പ്രകാരമുള്ള എക്സംഷൻ കിട്ടുകയുള്ളൂ അല്ലേ. ഫർണിച്ചറിന് ബാധകമല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നോക്കുകയാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നോക്കുകയാണ്. ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഈ 2 അസറ്റ്സിന് മാത്രമേ 54G കിട്ടൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ 2 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രം എടുക്കുക അല്ലേ. 11,20,000 19,60,000 ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ₹30,80,000 കിട്ടും. ഈ 30,80,000 നിന്ന് സെക്ഷൻ 54G പ്രകാരം എക്സംഷൻ കിട്ടുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും വാങ്ങുന്ന സമയത്ത് മാത്രമാണ്. ഫർണിച്ചറിന് എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനകത്ത് നോക്കുക. പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത് അല്ലേ. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 18,50,000 രൂപയാണ്. സോ 10 lakh പ്ലസ് 18,50,000 ആണ് പുതിയ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതാണ് 54Gയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എമൗണ്ട് ശരിക്കും ഇതാണ്. ഓക്കെ, അപ്പോൾ 10 lakh പ്ലസ് 18,50,000 ₹28,50,000 നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് കുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ റിഗാർഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് that is qualified for 54G ₹30,80,000 less exemption under section 54G cost for purchase of plant and machinery and land and building that is ₹28,50,000. ഡിഫറൻസ് കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് ₹2,30,000. ഈ 2,30,000 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ വരുന്ന എന്ത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50 സബ്സെക്ഷൻ 2 ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ടാക്സബിൾ ആയിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2,30,000 ആണ് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ ഫർണിച്ചറിന്റെ എമൗണ്ട് ടാക്സബിൾ ആണ് അല്ലേ. പക്ഷേ നമ്മൾ ഫർണിച്ചർ എടുക്കാതിരിക്കാൻ കാരണം എന്താണ്? ഫർണിച്ചറിന്റെ എമൗണ്ട് 54G കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എക്സംഷന് ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഫർണിച്ചറിന്റെ എമൗണ്ട് എടുക്കാതിരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഫർണിച്ചർ പുതിയ അസറ്റ് വാങ്ങുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്തിൽ വരില്ല? എക്സംഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ ഒഴിവാക്കി മറ്റു 2 അസറ്റ്സിന്റെയും ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് മറ്റു 2 അസറ്റ്സിന്റെയും പർച്ചേസിന്റെ കോസ്റ്റ് ആണ് എടുത്തത്. പക്ഷേ ഫർണിച്ചറിന്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് ഇവിടെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ഫർണിച്ചർ ഇസ് ₹45,000. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ 2,30,000 കൂടെ ആഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഫർണിച്ചറിന്റെ 45,000 കൂടെ ആഡ് ചെയ്യണം അല്ലേ. ദെൻ 2,30,000 പ്ലസ് 45,000 ₹2,75,000 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റർ അർജുൻ എന്ന് പറയുന്ന ആൾക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. ഇവിടെ ഫർണിച്ചർ പുതിയ പർച്ചേസ് ചെയ്യുന്നത് എക്സംഷന് വേണ്ടി കുറക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറക്കുന്നില്ല. എന്നാൽ ഫർണിച്ചറിന്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ ഈ എമൗണ്ട് കൂട്ടുന്ന സമയത്തെ മൊത്തം ഈ ബിസിനസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ദെൻ ടാക്സബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇസ് ₹2,75,000. ഓക്കെ, താങ്ക് യു.